KMRL അശാസ്ത്രീയ മണ്ണ് നിക്ഷേപം മൂലം തൃക്കാക്കരയിൽ വൻ വെള്ളക്കെട്ട്. തൃക്കാക്കര സഹകരണ ആശുപത്രിയിലേക്ക് മലിനജലവും ഒഴുകിയെത്തുകയാണ്. പകർച്ചവ്യാധി ഭീഷണി ഉയർന്നതോടെ KMRLനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. തൃക്കാക്കരയിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ അശാസ്ത്രീയമായ മണ്ണ് നിക്ഷേപം മൂലം തൃക്കാക്കര മുനിസിപ്പൽ സഹകരണ ആശുപത്രി വളപ്പിലേക്ക് മലിനജലം ഒഴുകിയെത്തുകയാണ്. മഴ ശക്തമായതോടെ ആശുപത്രി ജീവനക്കാരും പ്രദേശവാസികളും കടുത്ത പകർച്ചവ്യാധി ഭീഷണിയാണ് നേരിടുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുമെന്നും രോഗികളുടെ ജീവൻ അപകടത്തിലാകുമെന്നും ആശുപത്രി അധികൃതർ മുന്നറിയിപ്പ് നൽകി. KMRL ഉദ്യോഗസ്ഥർ, മെട്രോ ഉദ്യോഗസ്ഥർ എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറും ജില്ലാ എല്ലാവരും ഇടപെട്ട് പരിഹാരം കാണുന്നില്ല. എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിപ്പോൾ ഈ ഒന്നര തന്നെ ഇവിടെ IC യൂണിറ്റും CT സ്കാനും മോർച്ചറി എല്ലാമാണ്. ഈ ഭാഗത്ത് വെള്ളം അതിൻ്റെ ഡോറ് വരെ കയറി ഈ വണ്ണൊക്കെ കയറിക്കോറും ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ നിലനിൽക്കുന്നതാണ്. മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി തൃക്കാക്കര നഗരസഭാ ഓഫീസിനും ആശുപത്രിക്കും ഇടയിലുള്ള 6 ഏക്കർ സ്ഥലത്ത് വൻതോതിൽ ഉപയോഗശൂന്യമായ മണ്ണും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും തള്ളിയതാണ് വെള്ളക്കെട്ടിന് വഴിവെച്ചത്. മണ്ണ് മൂടിയതോടെ സീപോർട്ട് എയർപോർട്ട് റോഡിനടിയിലൂടെയുള്ള പഴയ കലിങ്ക് പൂർണ്ണമായും മൂടപ്പെട്ടു. കാക്കനാട് മാവേലിപുരം ഭാഗങ്ങളിൽ നിന്നുള്ള മഴവെള്ളം കിളിയങ്കൽ പാടത്തേക്ക് ഒഴുകിയിരുന്ന സ്വാഭാവിക കാന അടഞ്ഞതോടെയാണ് പ്രദേശത്ത് വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. മലിനജലം ആശുപത്രി വളപ്പിലേക്കും പ്രദേശത്തെ കുടിവെള്ള കിണറുകളിലേക്കും അരിച്ചിറങ്ങുന്നതിനാൽ പ്രദേശവാസികൾ വലിയ പകർച്ചവ്യാധി ഭീഷണി നേരിടുകയാണ്. ജനം, കൊച്ചി.